ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കടമ്പകളേറെയാണ്. ഏപ്രിൽ അവസാനത്തോടെ മാത്രമേ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുകയുള്ളൂ. പരിശോധനാ ഫലം ലഭിച്ചാൽ വീണ്ടും മൊഴികളെടുക്കണം. പുതിയ സർക്കാരിൽ നിന്നും പ്രോസിക്യൂഷൻ അനുമതി തേടണം. സർക്കാർ അന്തിമ കുറ്റപത്രം അംഗീകരിച്ചില്ല എങ്കിൽ വീണ്ടും അന്വേഷണം നടത്തേണ്ടി വരും. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? കുറ്റപത്രം സമർപ്പിക്കാൻ എന്തൊക്കെ കടമകളാണ് ഇനി അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്? അതിന് തന്നെ എത്ര സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്? ഹരി, സ്മൃതി ചൂണ്ടിക്കാണിച്ചാൽ തന്നെയാണ് കൃത്യമായ പ്രയോഗം. അതായത് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. അതായത് ഒരു കരടുകൾ തയ്യാറാക്കിയെങ്കിൽ പോലും അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം വേണമെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ആ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ പോലും എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങി എല്ലാ മൊഴികളും ഒന്നിൽ നിന്ന് തന്നെ രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമാണ്. അത് സാങ്കേതികത്വമാണ്. അതായത് ഇതുവരെയുള്ളത് ആ പ്രതികളുമായി ബന്ധപ്പെട്ട ഈ കേസിലെ സംശയങ്ങൾ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിലുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രതികളുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയത്. അവരുടെ പങ്കിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നുമല്ലാതെ ഈ ശാസ്ത്രീയ പരിശോധനയിൽ എന്താണോ കണ്ടെത്തുന്നത്, ആ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ പ്രതികൾക്കുള്ള വിശദീകരണം അത് മൊഴിയായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രതികളും, അതായത് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള 12 പ്രതികളിൽ ഭൂരിഭാഗം പ്രതികളുടെയും മൊഴി ഇത്തരത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ചിലരെ മാത്രമാണ് ഇതിനകത്ത് സാങ്കേതികമായി ഒഴിവാക്കാൻ കഴിയുക. അപ്പോൾ പൂർണ്ണമായിട്ടും ആ മൊഴി രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. അതിന് വീണ്ടും ഇനി ഏറെ ദിവസങ്ങളെടുക്കും. ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി മാത്രമേ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം ജംഷഡ്പൂരിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ SIT അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ആ പരിശോധനാ ഫലം ലഭിച്ച ശേഷം ഈ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കണം. അതിന് പ്രോസിക്യൂഷൻ അനുമതി പുതിയ സർക്കാരിൽ നിന്ന് തേടണം. പുതിയ സർക്കാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ വരുന്നത് UDF ആണെങ്കിൽ ആ സർക്കാരിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാവും. LDF തന്നെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കുറ്റപത്രം അംഗീകരിച്ചു പോകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ UDF സർക്കാരാണ് വരുന്നതെങ്കിൽ ഈ കുറ്റപത്രം മതിയാകാതെ വരും. ഒരുപക്ഷെ സർക്കാർ വീണ്ടും അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകാനുള്ള സാധ്യതയുമുണ്ട്. കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ തവണ ഹൈക്കോടതി കേസ് പരിഗണിച്ച സമയത്ത് SIT ചൂണ്ടിക്കാണിച്ചത് 5 പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതായിരുന്നു. അവരുടെ അറസ്റ്റ് തൽക്കാലം വേണ്ടതില്ല എന്നുള്ളത് പിന്നീട് SIT തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ കഴിഞ്ഞ 1.5 മാസക്കാലത്തോളം മറ്റ് അറസ്റ്റുകളൊന്നുമില്ലാതെ മറ്റ് പുരോഗതികളൊന്നുമില്ലാതെ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോയത്. പക്ഷേ ഇനിയിപ്പോൾ ആ അറസ്റ്റുകൾ രേഖപ്പെടുത്തി മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കൂടി SIT എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടിയോ മെയ് മാസം ആദ്യത്തോടു കൂടിയോ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതുന്നത് പോലെ ഈ മെയ് മാസം 18-ാം തീയതി വരെ ഹൈക്കോടതി അനുവദിച്ച തീയതിക്കുള്ളിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പുതിയ സർക്കാർ വന്ന് അവിടെ നിന്ന് അനുമതി തേടി കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ അങ്ങനെ നടത്തി വീണ്ടും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നീണ്ടുപോകാൻ തന്നെയുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിൽ ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള അഴിച്ചുപണി ഉണ്ടാകേണ്ട കാര്യമുണ്ട്. കാരണം 2 SP മാരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു SP, അതായത് ക്രൈംബ്രാഞ്ച് SP ബിജോയ് ഇതിനോടകം വിരമിച്ചു കഴിഞ്ഞു. പുതിയ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടില്ല. ആ നിയമനങ്ങളടക്കം പുതിയ സർക്കാരിന് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തിലടക്കം കാര്യമായ അഴിച്ചുപണിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അത് ഇനിയും ഒരുപാടധികം കാലം നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിൽ ഈ പ്രതികളുടെ എണ്ണത്തിൽ മാത്രമാണ് SITയെ സംബന്ധിച്ച ഒരു വ്യക്തതയുള്ളത്. ഒരു കേസിൽ 14, മറ്റൊരു കേസിൽ 15. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് കൊള്ള നടന്നതെന്നോ എത്ര സ്വർണ്ണമാണ് പോയതെന്നോ ഇതിന്റെ കാലപ്പഴക്കം എന്താണെന്നോ ഒക്കെ ഈ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി ലഭിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം കൊണ്ട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആ പരിശോധനാ ഫലത്തിൽ എന്താണോ പറയുന്നത് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ കൂടി അന്വേഷണം മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. അതായത് ഈ പാളികളിൽ ഏതെങ്കിലും പൂർണ്ണമായിട്ടും പ്രതികൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നെങ്ങാനും പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കണ്ടതൊന്നും ആയിരിക്കില്ല. അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങേണ്ടി വരും. ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് ഇത്തരത്തിൽ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എത്രയും വേഗത്തിൽ തീർക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി നിർദ്ദേശം നൽകി ആരംഭിച്ച അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ കഴിയാതെ SIT കുഴങ്ങി നിൽക്കുന്നത്. എന്തായാലും അടുത്ത സർക്കാരിനെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൃത്യമായ പങ്ക് വഹിക്കാനുണ്ട്. പ്രോസിക്യൂഷൻ അനുമതിയിലടക്കം കൃത്യമായി പങ്കുവഹിക്കാനുണ്ട്. മാത്രമല്ല ഈ പരിശോധനാ ഫലവും കുറ്റപത്രവും എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കണം. അതിനെല്ലാം തന്നെ കാലയളവെടുക്കും. അടുത്ത ദിവസം, അതായത് മെയ് 18-ാം തീയതിയാണ് ഇനിയിപ്പോൾ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. അന്ന് ഹൈക്കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന്റെ സാങ്കേതിക പ്രശ്നം SIT
ചൂണ്ടിക്കാണിക്കും. ഒപ്പം തന്നെ കൂടുതൽ സമയം തേടാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇത്ര നാളും ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് SITക്കെതിരെ കടുത്ത വിമർശനമൊന്നും ഉണ്ടായിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിന് കാരണമായി കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ അതിന് അനിവാര്യമാണ് എന്നുള്ള കാരണമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ മെയ് മാസം 18 മുമ്പും കുറ്റപത്രം സമർപ്പിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ ഹൈക്കോടതി ഏത് തരത്തിലാണ് ഇതിനെ കാണുക എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് മാത്രമായിരുന്നു വിമർശനമെങ്കിൽ ഇനി അത് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള 12 പ്രതികളിൽ 12 പേരും ഇതിനോടകം പുറത്തിറങ്ങി കഴിഞ്ഞു. അതിൽ 10 പേരും ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടുള്ള പഴുത് നേടിക്കൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയവരാണ്. 2 പേർ മാത്രം, തന്ത്രി അടക്കമുള്ള 2 പേർക്ക് മാത്രമാണ് ഈ തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം ലഭിച്ചത്. ഇനിയിപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ മെയ് മാസം ആദ്യത്തോടു കൂടി നടത്തുമ്പോൾ അവരുടെ കാര്യത്തിൽ കൂടി ചില കാര്യങ്ങളിൽ SITക്ക് വ്യക്തത വരുത്തേണ്ടി വരും. അവരുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരുത്തേണ്ടി വരും. കുറ്റപത്രത്തിൽ അവരുടെ പങ്ക് രേഖപ്പെടുത്തേണ്ടി വരും. കൂടുതൽ പ്രതികളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടി വരും. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അനന്തമായി നീളുമെന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സ്മൃതി. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കൊള്ള അന്വേഷണം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നത്.